എന്റെ ദേവി, എങ്ങനെയാ ഇത് സംഭവിച്ചത്? ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമാ. വിഷ്ണു വിഷ്ണു എന്റെ മോൻ തന്നെയല്ലേ? വിഷ്ണുവിന് ഞാനായിട്ട് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കുവോ? എന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റുന്ന പോലെ അല്ല വിഷ്ണുവിന് എന്തെങ്കിലും സംഭവിക്കുന്നത്. എന്റെ ശാലിനിയുടെ ജീവനും ശ്വാസവും എല്ലാം വിഷ്ണുവാ. അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം അവളുടെ വിഷ്ണുവിന് വേണ്ടിയായിരുന്നു. അവൾ ജീവിക്കുന്നതേ വിഷ്ണുവിന് വേണ്ടിയല്ലേ? അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അതും അന്നത്തില് ഭക്ഷണം ഏറ്റവും നന്നായി എല്ലാവർക്കും കൊടുത്തിട്ടല്ലേ ദേവി ശാരദ ഈ ജീവിതം തിരിച്ചു പിടിച്ചത്? അന്നത്തിൽ തന്നെ ശാരദ ഒരിക്കലും വഞ്ചിക്കില്ല. വിഷ്ണുവിന് ഒരാപത്തും വരുത്തല്ലേ എന്റെ ദേവി. അവൻ എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ എന്റെ ശാലിനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എനിക്ക് ഒരിക്കലും തീരാത്ത ദുഃഖം തന്നേക്കില്ലേ ദേവി. എന്റെ മക്കളുടെ ജീവിതം തകർക്കല്ലേ. എന്റെ ഈ കൈ കൊണ്ടാണല്ലോ ദേവി ഞാൻ വിഷ്ണുവിന് ചോറ് കൊണ്ട് കൊടുത്തത്. ആ ഒരു കുറ്റബോധം കൊണ്ട് ഞാനിവിടെ നിന്ന് എരിഞ്ഞെരിഞ്ഞ് തീരും. ഞാനിനി എന്ത് ചെയ്യണം ദേവി പറയ്. ശാരദാമേ, ശാന്തേ, എനിക്കിനി ഒന്നിനും വയ്യ. എന്റെ സപ്തനാടികളും തളർന്നു പോവാ.